ദൈവത്തിന് സ്തോത്രം. വീണ്ടും ദൈവവചനവുമായിട്ട് നമുക്ക് ദൈവസനീകരിക്കാൻ ദൈവം വീണ്ടും ഒരു അവസരം തന്നിരിക്കുകയാണ്. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം. അവനോ തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനെ, എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു. ദൈവത്തിന് സ്തോത്രം. വളരെ ഗൗരവമേറിയ ഒരു കാര്യമാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് വരുമെന്ന് നമ്മളാരും സാധാരണഗതി പ്രതീക്ഷിക്കുകയില്ല. ഇവിടെ സന്ദർഭം എന്നാണെന്ന് ചോദിച്ചാൽ, നീ എനിക്ക് ഇടർച്ചയാകുന്നെന്നാണ് യേശു ക്രിസ്തു പറഞ്ഞത്. ഇംഗ്ലീഷിൽ പറയുന്നത്, യു ആർ എ ഡേഞ്ചറസ് ട്രാപ്പ് ടു മീ. നീ ഒരു വലിയ കെണിയാണ് എനിക്ക്. എൻ്റെ ജീവിതത്തിൻ്റെ കാര്യപരിപാടിയെ തകർക്കാനാണ് നീ വന്നിരിക്കുന്നത്. യേശു തനിക്ക് യെരൂശലേമിൽ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ശിഷ്യന്മാരോട് മുൻകൂട്ടി പറയുകയാണ്. മൂപ്പന്മാരും പുരോഹിതന്മാരും ശാസ്ത്രിമാരും എല്ലാം കൂടെ ചേർന്ന് എന്നെ പിടിക്കും, അവരെന്നെ വിസ്തരിക്കും, അവരെന്നെ ക്രൂശിൽ തറയ്ക്കും, ഞാൻ കൊല്ലപ്പെടും. കൃത്യമായിട്ട് യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. അവസാന കാലം വരുമ്പോൾ യേശുക്രിസ്തു എല്ലാം വളരെ തുറന്നു പറയുകയാണ്. തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് ഇതിൻ്റെ ഒന്നും അർത്ഥം ഒന്നും മനസ്സിലായില്ല. അവരെ പുറമേ യേശു തങ്ങളെ വിട്ടുപോകുന്നു എന്നുള്ളൊരു കാര്യത്തിലുള്ള ദുഃഖമാണ് വന്നിരിക്കുന്നത്. എന്നാൽ യേശു അത് ചെയ്യാതെ ഒരു മനുഷ്യർക്കും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്നുള്ള സത്യം അതാർക്കും പിടികിട്ടുന്നില്ല. ഞാൻ ആരെയും കുറ്റം പറയുകയല്ല. ഇത് സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തി കൊടുത്താൽ മാത്രമേ നമുക്ക് ആ കാഴ്ചപ്പാട് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ ലോകപ്രകാരമുള്ള ചിന്ത, ഇത്രയും നാളും ശിഷ്യനായിരുന്നു, 3.5 കൊല്ലക്കാലം ഈ ശിഷ്യന്മാരായിട്ട് യേശുവിൻ്റെ പിന്നാലെ പോയി, എല്ലാവരുടെ മുമ്പിലും നല്ലതായ പദവി കിട്ടി, അത്ഭുതങ്ങൾ നടക്കുമ്പോൾ കൂടെയുണ്ട്, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കില്ല, അതിൻ്റെ ഭാഗവാക്കാവുന്നുണ്ട്, ജനത്തിൻ്റെ മുമ്പിൽ ഒരു പദവി ഉണ്ട്. ശരിയാണ്, സത്യമാണ്. യെരുശലേം ദേവാലയത്തിലുള്ളവർക്ക് വലിയ മതിപ്പൊന്നും ഇല്ലെങ്കിൽ പോലും യേശു ചെയ്യുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടിട്ട് അനേകരെ ഓടിക്കൂടി വരുമ്പോൾ അവരുടെയൊക്കെ മുമ്പിൽ നല്ല സ്ഥാനവും മാനവും ലഭിച്ചുകൊണ്ടാണ് പത്രോസും ശിഷ്യന്മാരും നിൽക്കുന്നത്. എന്നാൽ ഇത് കേട്ടപ്പോൾ, ഞാൻ മരിക്കാൻ പോവുകയാണെന്ന് കേട്ടപ്പോൾ, ആ പത്രോസിന് ഒട്ടും അത് ദഹിച്ചില്ല. പത്രോസ് എന്താ ചെയ്തതെന്നറിയാം? പത്രോസ് യേശുവിനെ കുറച്ചങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് അവനെ ആദ്യം ഉപദേശിച്ചു. കുറച്ച് കഴിഞ്ഞിട്ട് അവനെ ശാസിച്ചു. നമുക്കൊരു അത്ഭുതം തോന്നും. അത് ഒരു സ്നേഹത്തിൻ്റെ ഭാഷയായിട്ടേ നമുക്ക് തോന്നുകയുള്ളൂ. നമ്മൾ സ്നേഹമുള്ളവരോട് ഉപദേശിക്കും, സ്നേഹമുള്ളവരോട് ചിലപ്പോൾ ശാസിക്കും. അത് സ്നേഹത്തിൻ്റെ പ്രതീകമാണെന്ന് നമ്മൾ പറയുന്നത്. ഇവിടെ കാര്യം ഗൗരവമാണ്. യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പത്രോസിന് പിടികിട്ടിയില്ല. യേശുക്രിസ്തു മരിക്കാതെ ഒരു മനുഷ്യരും രക്ഷപ്പെടുകയില്ല എന്ന് പത്രോസിന് പിടികിട്ടിയില്ല. യേശുക്രിസ്തു തങ്ങളെ വിട്ടുപോയാൽ ഞങ്ങളുടെ അവസ്ഥ എന്തായി തീരും? സ്വാർത്ഥ ചിന്തതയാണ്. യേശുക്രിസ്തു മരിച്ചാൽ പിന്നെ ഞങ്ങളുടെ കാര്യം എന്തായി തീരും? പടവും വലയും വിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ്, ജനത്തിന് മുമ്പ് സ്ഥാനവും മാനവും ഒക്കെ കിട്ടി, ഇനി യേശുക്രിസ്തു പോയാൽ ഞങ്ങൾ എന്നാ ചെയ്യും എന്നുള്ള ചിന്തയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ലോകചിന്ത മനുഷ്യനെ ഭരിച്ചു കഴിഞ്ഞാൽ ആത്മീയം മനസ്സിലാകില്ല. യേശുക്രിസ്തുവിൻ്റെ നടന്നാൽ വല്ലതും ആത്മീയം കിട്ടുമോ? യേശുക്രിസ്തുവിൻ്റെ പിന്നാലെ പോയി വചനം കേട്ടു എന്നുള്ളതുകൊണ്ടൊന്നും ആത്മീയനാകുകയില്ല. എന്തെല്ലാം കണ്ടാലും എന്തെല്ലാം കേട്ടാലും ആത്മീയമായ കാര്യങ്ങൾ ഗ്രഹിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ, ആത്മീയമായ കാഴ്ചപ്പാട് കിട്ടുന്നില്ലെങ്കിൽ ഒരിക്കലും നമുക്കൊരു ആത്മീയനായി തീരാൻ പറ്റില്ല. നമ്മൾ അവസരം വരുമ്പോൾ ദൈവത്തെ തള്ളിപ്പറയും. യൂദ തള്ളിപ്പറഞ്ഞില്ലേ? ഇവിടെ പത്രോസ് തള്ളിപ്പറയുകയാണ്. പത്രോസ് തള്ളിപ്പറയുക മാത്രമല്ല ചെയ്യണത്, കർത്താവിൻ്റെ ആശയത്തോട് എതിർക്കുകയാണ്. പിതാവായ ദൈവത്തിൻ്റെ രക്ഷാകരമായ കാര്യപരിപാടിയെ തടയുകയാണ് അവിടെ ചെയ്യുന്നത്. സാത്താൻ്റെ ഏജൻ്റായിട്ട് അവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. സാത്താൻ യേശുക്രിസ്തുവിനെ ഗത്സമനത്തോട്ടത്തിൽ വെച്ച് കൊല്ലാൻ വരെ തീരുമാനിച്ചു എന്നാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്. അവനെ ക്രൂശിലേക്ക് വിടാതിരിക്കാൻ ശ്രമിച്ചു. അവൻ പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ ശരീരത്തിൽ നിന്ന് രക്തം രോമകൂപങ്ങളിലൂടെ വിയർപ്പ് പോലെ വെളിയിലേക്ക് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവൻ്റെ ആർട്ടറി എല്ലാം തന്നെ, അതിൻ്റെ പെരിഫറി ആർട്ടറികളെല്ലാം തന്നെ പൊട്ടി രക്തം വാർന്നൊഴുകുന്നു എന്ന് പറഞ്ഞാൽ ഈ ആൾക്ക് പിന്നെ അധികം നാൾ ജീവിക്കാൻ പറ്റത്തില്ല, അധികം നേരം ജീവിക്കാൻ പറ്റില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, അത്ര നിർണായക സമയമായതുകൊണ്ടാണ് യേശുക്രിസ്തു കൃത്യമായിട്ട് പറഞ്ഞത്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്ക്, നിങ്ങളും പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങളും പ്രാർത്ഥിക്കണം എന്ന് ഗൗരവമായി പറഞ്ഞ് പ്രാർത്ഥനാ സഹായം ചോദിച്ചതാണ്. അത് അവരുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് പറഞ്ഞത്. പക്ഷേ കർത്താവ് കൈത്താങ്ങൽ കൊടുക്കാൻ വേണ്ടി ശിഷ്യന്മാരോട് പറഞ്ഞിട്ടും അവർക്ക് ആർക്കും സാധിച്ചില്ല. അവർക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലായില്ല. അവർ രാത്രിയാണ്ട് ഉറങ്ങാൻ ശ്രമിച്ചു, ഉറക്കം തൂങ്ങിയിരുന്നു. ഉറങ്ങിയില്ല, പക്ഷേ ഉറക്കം തൂങ്ങിയിരുന്നു. കർത്താവോടെ വേദനയോടെ പെടയുകയാണ്. അപ്പോഴത്തേക്ക് സ്വർഗത്തിലെ ദൂതൻ വന്നെന്ന് ലൂക്കോസ് സുവിശേഷത്തിൽ പറയുന്നുണ്ട്.
അവനെ ആശ്വസിപ്പിച്ചു. മരണം അവിടെ സംഭവിക്കാതെ ക്രൂസിലേക്ക് അവനെ നയിച്ചു. ക്രൂശ് മരണം ഒഴിവാക്കുക എന്നുള്ളതാണ് സാത്താൻ്റെ ഏറ്റവും വലിയ കാര്യപരിപാടി. എവിടെയും യേശു ക്രൂസിലേക്ക് പോകരുത്. യേശു കുഞ്ഞാടാണ്, യേശു പാപമില്ലാത്ത മനുഷ്യനാണ്. അവൻ മരിച്ചാൽ മാത്രമേ, അവൻ്റെ രക്തം കൊണ്ട് മാത്രമേ ഈ പിതാവായ ദൈവത്തിൻ്റെ കോപം മനുഷ്യരുടെ മേൽ നിന്ന് മാറുകയുള്ളൂ. മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം ഒരു കുഞ്ഞാട് അവിടെ ക്രൂശിൽ മരിക്കുക എന്നുള്ളത് മാത്രമാണ്. യഹൂദൻ്റെ നിയമപ്രകാരം നോക്കിക്കഴിഞ്ഞാൽ പാപം ചെയ്യുന്ന ദൈവം മരിക്കുമെന്നാണ് പറഞ്ഞത്. ആ മരണം ഒഴിവാക്കണമെങ്കിൽ പാപം ചെയ്യാത്തൊരു ജീവൻ അവിടെ ഹോമിക്കപ്പെടണം. അതാണ് മൃഗബലി എന്ന് പറയുന്നത്. പാപം ചെയ്യുന്ന മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം വരണമെങ്കിൽ, പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തോട് ബന്ധം കിട്ടണമെങ്കിൽ, ദൈവത്തോട് നിരപ്പ് പ്രാപിക്കണമെങ്കിൽ പാപം ചെയ്യാത്ത മൃഗത്തിൻ്റെ മേൽ മനുഷ്യൻ പാപം ആവശ്യപ്പിച്ചിട്ട് ആ മൃഗത്തിനെ കൊല്ലുകയാണ് ചെയ്യുന്നത്, ന്യായവിധി നടത്തുകയാണ് ചെയ്യുന്നത്. പാപത്തിന് ശമ്പളം ആ മൃഗത്തിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ മൃഗത്തിൻ്റെ നിഷ്കളങ്കമായ രക്തം യാഗപീഠത്തിൽ തളിക്കുമ്പോൾ മാത്രമാണ് അവൻ ചെയ്തു പോയ പാപത്തിന് പരിഹാരം കിട്ടുന്നത്. ഇത് പഴയ നിയമകാലം യേശുക്രിസ്തു വരാൻ പോകുന്ന ആ മുൻകൂട്ടിയുള്ള കാര്യങ്ങൾ അത് അവർക്ക് മുൻകൂട്ടി അറിയിച്ചെന്ന് മാത്രം, ഒരു യാഗം കാണിച്ചെന്ന് മാത്രം, താൽക്കാലികമായ പ്രതിഭാസം. എന്നാൽ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലേക്ക് പോകുന്നതിന് സഹായകമായി നിൽക്കേണ്ട ശിഷ്യന്മാർക്ക് അവർ രൂപാന്തരപ്പെടാതിരുന്നത് കൊണ്ട്, അവർക്ക് കാര്യം ഗ്രഹിക്കാതിരുന്നത് കൊണ്ട് അവർ എന്തു പറ്റി? അവർ സാത്താൻ്റെ അടിമനുഭവത്തിലായിപ്പോയി. ദൈവത്തെ ശാസിക്കുകയാണ്. യേശുക്രിസ്തുവിനെ ശാസിക്കാൻ വരെ അവന് ധൈര്യം വന്നു പത്രോസിന്. എന്നാൽ അല്പനേരം മുമ്പ് അവന് സ്വർഗത്തിലെ പിതാവ് വെളിപ്പെടുത്തി കൊടുത്തതാണ് ഈ നിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആരാണെന്ന്. ജീവനുള്ള ക്രിസ്തുവിൻ്റെ പുത്രനായ യേശുവാണെന്ന് കൃത്യമായിട്ട് സ്വർഗം വെളിപ്പെടുത്തി കൊടുത്തതാണ്. ഭാഗ്യവാനാണെന്ന് യേശു അവനോട് പറയുകയും അവനെ അഭിനന്ദിക്കുകയും ചെയ്തു. എന്നിട്ട് കൃത്യമായിട്ട് പറഞ്ഞു, ഇത് നിന്റെ ബുദ്ധിയല്ല, സ്വർഗത്തിലെ എൻ്റെ ദൈവം നിനക്ക് വെളിപ്പെടുത്തി തന്നതാണ്, നീ ഭാഗ്യവാനാണ്. ഈ വിശ്വാസമാണ് നിന്നെ സ്വർഗത്തിലെത്തിക്കുന്നത്. ഈ വിശ്വാസം നിന്റെ പാറ പോലെ ആയിരുന്നാൽ നിനക്ക് സ്വർഗത്തിൽ പോകാം. നിനക്ക് താക്കോൽ ഞാൻ തരുന്നുണ്ട്. നിന്റെ ബന്ധനം അഴിക്കാനും നിന്റെ ബന്ധനം പൂട്ടുവാനുള്ള അധികാരം ഞാൻ നിനക്ക് തരികയാണ്. സ്വർഗരാജ്യത്തെ കടക്കുന്ന ആരുടെയൊന്നുമല്ല. നീ മനസ്സ് വെച്ചാൽ നിനക്ക് സ്വർഗരാജ്യത്ത് കടക്കാം. നിന്റെ ബന്ധനം നീ മനസ്സ് വെച്ചാൽ ഇവിടെ വെച്ച് അഴിക്കാം. അതിന് ഞാൻ ക്രൂശിൽ മരിക്കാൻ പോവുകയാണ്. എൻ്റെ രക്തത്തിൽ, എൻ്റെ ക്രൂശിൻ്റെ ചൂട്ടിൽ വന്നാൽ നിനക്ക് രക്ഷ കിട്ടും, നിന്റെ ബന്ധനം അഴിയും. ഇതെല്ലാം പറഞ്ഞതാണ്. അതിൻ്റെ ഒരു നിഗളമാണോ ആവോ എനിക്കറിയാൻ പാടില്ല. അതിൻ്റെ ഒരു പ്രശംസയാണോ? എൻ്റെ പേര് പറഞ്ഞാണല്ലോ പറഞ്ഞത്, ശിഷ്യന്മാരെക്കാൾ എന്നെ ഉന്നതമായി മാനിച്ചല്ലോ എന്നുള്ളതുകൊണ്ടായിരിക്കാം, ഒരു അമിതമായ തീഷ്ണതയായിരിക്കാം വാസ്തവത്തിൽ. പത്രോസ് യേശുവിനെ വിളിച്ചിട്ട് പറയുന്നു, നീ അങ്ങനെ പോകാൻ പാടില്ല, നീ അങ്ങനെ മരിക്കാൻ പാടില്ല, നീ അങ്ങനെ യഹൂദന്മാരാൽ കൊല്ലപ്പെടാൻ പാടില്ല, അത് ഞങ്ങളുടെയും കൂടെ ആവശ്യമാണ്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഇത് കേട്ടപ്പോൾ വളരെ സഹതാപം തോന്നി യേശുവിന്. പക്ഷേ കർശനമായിട്ട് പറയുകയാണ്, നിന്നിലിപ്പോൾ വ്യാപരിക്കുന്ന പിശാചിൻ്റെ ആത്മാവാണ്. എത്ര പെട്ടെന്നാണ് ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് ദൈവാത്മാവ് മാറിപ്പോയി പിശാചിൻ്റെ ആത്മാവ് കയറിയത്? എന്നെ ഏറെ ചിന്തിപ്പിച്ചൊരു വിഷയമാണ്. ഇത് അല്പനേരം മുമ്പ് വരെ നീ ഭാഗ്യവാനാണെന്ന് പറഞ്ഞു, സ്വർഗത്തിലെ ദൈവം നിനക്ക് വെളിപ്പെടുത്തി തന്നതാണെന്ന് പറഞ്ഞു, നിൻ്റെ വിശ്വാസമാണ് നിന്നെ രക്ഷയിലേക്ക് നയിക്കുന്നതെന്നൊക്കെ പറഞ്ഞു, പാതാള ഗോപുരങ്ങൾ ജയിക്കില്ലെന്ന് പറഞ്ഞു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. സെക്കൻഡ് നേരം അല്ലെ മിനിറ്റ് നേരം കൊണ്ട് അവൻ്റെ ഉള്ളിൽ കൊടിയ പിശാച് കയറി. ഇതെങ്ങനെ സംഭവിച്ചു? എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം എല്ലാം പഠിക്കേണ്ട ഒരു പാഠമാണിത്. നമുക്കൊരു കൃപ കിട്ടും, ഇൻസ്റ്റൻറ്റ് കൃപ കിട്ടും. ചില സമയത്ത് കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ വ്യാപരിക്കും, ഒരു സ്തുതിയൊക്കെ ലഭിക്കും, ഒരു ഏകാഗ്രതയൊക്കെ നമുക്ക് കിട്ടിയെന്നിരിക്കും. നമുക്ക് ഏതാണ്ടൊക്കെ ആയെന്നൊരു തോന്നൽ വരും. ഒരിക്കലുമില്ല പ്രിയപ്പെട്ടവരെ, അടിസ്ഥാനം പാപമാണ്. ഏത് മനുഷ്യൻ്റെയും അടിസ്ഥാനം പാപത്തിലാണ് അടിസ്ഥാനം ഇട്ടിരിക്കുന്നത്. പാരമ്പര്യത്തിൻ്റെ ശാപം കൊണ്ടും ചെയ്തു കൂട്ടിയ പാപം കൊണ്ടും ഇതെല്ലാം അവിടെ ഇരിക്കുകയാണ്. നീതിമാൻ ആരുമില്ല, ഒരു മനുഷ്യൻ പോലുമില്ല. ദൈവത്തെ അറിയുന്നവനില്ല, ദൈവത്തെ ഗ്രഹിക്കുന്നവനില്ല. എല്ലാവർക്കും ഒരേ കാര്യമാണ്, പാപം ചെയ്ത് ദൈവതയെ നഷ്ടപ്പെടുത്തി കളയുക. അവൻ്റെ അടിസ്ഥാന പ്രമാണം അതാണ്. പാപം ചെയ്യുക, ദൈവത്തിൽ നിന്ന് മാറുക, ദൈവത്തിൽ നിന്ന് ബന്ധം നഷ്ടപ്പെടുക. ഇങ്ങനെയുള്ള മനുഷ്യനാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം കൊണ്ടും യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണം കൊണ്ടും യേശുക്രിസ്തുവിൻ്റെ രക്തം കൊണ്ടും പരിശുദ്ധാത്മാവിനെയും കൊണ്ട് മാറ്റിയെടുക്കുന്ന എളുപ്പമുള്ള കാര്യമല്ല. ഒരു മനുഷ്യൻ്റെ ആയുസ് കൊണ്ട് നേടിയെടുക്കേണ്ട ഈ വലിയ സത്യം ക്രൂശിൻ്റെ ചൂട്ടിൽ കൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരു കൃപ വ്യാപരിച്ചാലോ ഒരു മാനസാന്തരം വ്യാപരിച്ചാലോ ഒരു ആദ്യസ്നേഹം വ്യാപരിച്ചാലോ ഒന്നും മാറുന്നതല്ല മനുഷ്യ പ്രകൃതം.
പത്രോസിന് ദൈവത്തിൻ്റെ എന്തെല്ലാം കൃപ കിട്ടിയെന്ന് പറഞ്ഞാലും, അവൻ ശിഷ്യനാണെന്ന് പറഞ്ഞാലും, അവനെ പ്രശംസിച്ചെന്ന് പറഞ്ഞാലും, ശിഷ്യന്മാരുടെ തലവനാണെന്ന് പറഞ്ഞാലും, പ്രിയപ്പെട്ടവരെ പടകും വലയും വിട്ട് ഇറങ്ങി തിരിച്ചവനാണെന്ന് പറഞ്ഞാലും ശരി, അവൻ്റെ ആളത്തം മാറാൻ അവൻ കാത്തിരുന്നില്ല. അവൻ്റെ സ്വഭാവം എന്താണെന്ന് അവൻ അറിഞ്ഞില്ല. അവൻ യേശുവിനെ ശാസിക്കാൻ അവൻ ആരാണ്? സ്വർഗത്തിൻ്റെ കാര്യപരിപാടിക്ക് അവൻ എതിരാണെന്ന് അവന് മനസ്സിലാകുന്നില്ല. പ്രിയപ്പെട്ടവരെ, പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാകുന്നില്ലായിരിക്കും. പക്ഷേ അഹങ്കാരം നമ്മുടെ ജീവിതത്തിൽ വരാൻ പാടില്ല. ദൈവത്തിൻ്റെ കാര്യപരിപാടിയെ നമ്മൾ ചോദ്യം ചെയ്യാൻ നമ്മൾ ഒരിക്കലും ഇറങ്ങിത്തിരിക്കരുത്. നമുക്ക് വിനയപ്പെടാമല്ലോ. കർത്താവെ, മനസ്സിലാകുന്നില്ലെന്ന് പറയാമല്ലോ, ഇതെനിക്ക് പിടികിട്ടുന്നില്ലെന്ന് പറയാമല്ലോ. വിനയപ്പെടാൻ പറ്റുകയില്ലേ? യേശുവിനെ ശാസിച്ചു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പത്രോസിനെ യേശു വിളിച്ച പേരാണ് സാത്താനെ. മുഴുവൻ സാത്താൻ്റെ കയ്യിലായിത്തീർന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യനെ പ്രശംസിക്കാൻ എന്താ ഉള്ളത്? ഒരു വനസൂക്ഷ നടത്തി എന്നുള്ളതുകൊണ്ട്, ആ വനസൂക്ഷയെ കൃപ വ്യാപിച്ചു എന്നുള്ളതുകൊണ്ട് ഞാൻ ഏതാണ്ടായെന്നാണ്. അടിസ്ഥാനപരമായി ഞാനൊരു പാപിയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കുമ്പോൾ അത് മാറി നിൽക്കുന്നത് ശരിയാണ്. നിരന്തരം ഈ കൃപയിൽ നിൽക്കാൻ പറ്റുമോ? ഒന്നുകൂടെ പറഞ്ഞാൽ, ആത്മനിറവിൽ കരുതലോടെ ജീവിക്കുന്ന ജീവിതമാണ് ക്രിസ്ത്യ ജീവിതം. ഒരണുവിൽ പോലും തെറ്റുപറ്റാതെ തന്നെത്താൻ സൂക്ഷിക്കുന്നതാണ് ക്രിസ്ത്യ ജീവിതം. ഒരു സെക്കൻഡ് അലസത വന്നാൽ, നമ്മുടെ വാക്കന്മാർ പഠിപ്പിച്ചു, അലസത ലേശം ബാധിച്ചാൽ, എനിക്ക് വലിയ ചിന്താകുഴപ്പം വന്നൊരു കാര്യമാണ്. അലസത എന്ന് പറയുന്നതിൻ്റെ ആഴം എത്ര വലുതാണ്. ഒരു ചെറിയ അലസത, ചെറിയ ലോകത്തിലേക്ക് ഒന്ന് തിരിഞ്ഞാൽ മതി. അല്ലെങ്കിൽ ദൈവത്തോടുള്ള ഏകാഗ്രത വിട്ടാൽ മതി. കൊരിന്ത്യർക്ക് ലേഖനത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ, സർപ്പം ഉപായത്താൽ ചതിച്ചതുപോലെ ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പോസ്തലൻ പറയും, ഞാൻ ഭയപ്പെടുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ കൃപയുണ്ട്, എല്ലാ കൃപാവരങ്ങളും ഉണ്ട്. ആ സഭയ്ക്ക് എല്ലാ കൃപാവരങ്ങളും ഉണ്ട്. അവരെല്ലാ സഭകളെക്കാളും ഉന്നതമായ നിലവാരത്തിൽ നിൽക്കുകയാണ്. അവരോട് പറയുന്നുണ്ട്, ക്രിസ്തുവിൻ്റെ മണവാട്ടിയാന്ന് പറയുന്നുണ്ട്. പക്ഷേ ഏകാഗ്രതയും നിർമ്മലതയും വിട്ടാൽ വഷളായി പോകും. നമ്മുടെ നാക്കന്മാർക്കറിയാം, അവരത് ഗൗരവമായി കണ്ടവരാണ്. ഏകാഗ്രതയും നിർമ്മലതയും എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനോടുള്ള ബന്ധം നിലനിർത്താനുള്ള ഏകാഗ്രത. അതിന് തടസ്സമായി എന്തെല്ലാം കണ്ടാലും അതെല്ലാം വെട്ടി എറിഞ്ഞു കളയുക. ദൈവസ്ഥനെ ഇരുന്ന് കഴുകൽ പ്രാപിക്കുക. ഒരു ദിവസം കൊണ്ട് കിട്ടുന്ന കാര്യമൊന്നുമല്ല. വർഷങ്ങൾ നമ്മൾ ഊട്ടി വളർത്തിയ പാപങ്ങൾ തഴമ്പ് പിടിച്ചവിടെ ഇരിക്കുകയാണ്. അത് വെളുപ്പിക്കാൻ എളുപ്പമുള്ള കാര്യമല്ല. ദൈവസ്ഥനെ ഇരുന്നേ പറ്റുള്ളൂ. പക്ഷെ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ഈ വഴി കൂടെ പോയാൽ നിരാശപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല. കർത്താവ് നിവർത്തിക്കുക തന്നെ ചെയ്യും. പൂർണ്ണമായ ശുദ്ധീകരണം നമുക്ക് തന്നെ ചെയ്യും. നിരാശപ്പെടാതെ, ഭാരപ്പെടാതെ വചനത്തെ ഉറച്ചു പിടിച്ചുകൊണ്ട് ഞാൻ ആരെ വിശ്വസിക്കുന്നു, അവൻ എൻ്റെ ഉപനതി ആ ദിവസം വരെ കാപ്പാൻ ശക്തരെന്ന് ഉറച്ച പൗലോസ് അപ്പോസ്തലനെ പോലെ നമ്മുടെ ഹൃദയത്തെ ഉറച്ചുകൊള്ളുക. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി എന്നാണ് പറഞ്ഞത്. ആരും അവൻ്റെ പിന്നാലെ പോയി നിരാശപ്പെട്ടിട്ടില്ല. നിന്റെ ലക്ഷ്യം ശുദ്ധമാണോ, കർത്താവ് നിവർത്തിക്കുക തന്നെ ചെയ്യും. എവിടെ എന്താണ് പറയുന്നത്? സാത്താനെ, നീ എന്നെ വിട്ടുപോകൂ, നീ എനിക്കൊരു ഇടർച്ചയാകുന്നെന്നാണ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വ്യക്തമായി മനസ്സിലാക്കണം, എത്ര പെട്ടെന്നാണ് മനുഷ്യൻ മാറിയത്. നമുക്കെല്ലാം ഒരു പാഠമാണ്. നമ്മൾ എന്തെല്ലാം ചെയ്തല്ല നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം വരുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ ക്രിയ ചെയ്യുന്നതിന് ചില തടസ്സങ്ങളൊക്കെ ഉള്ളത് നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. ചിലപ്പോൾ നമ്മളെ ശാസിച്ചെന്നിരിക്കും, ചിലപ്പോൾ നമുക്ക് ശിക്ഷണം തന്നെന്നിരിക്കും. അതെല്ലാം നമുക്ക് അടുത്ത പടിയിലേക്ക് ചവിട്ടാനുള്ളതാണെന്ന് മനസ്സിലായിക്കൊണ്ട് അതിന് കീഴ്പ്പെട്ട് വിനയപ്പെട്ട് ദൈവസേനയിലേക്ക് താണു വീണ് കടന്നാൽ നാം രക്ഷപ്പെടും. അത്രമാത്രം ബന്ധനം നമ്മുടെ ജീവിതത്തിലുണ്ട്. അത്രമാത്രം പിശാച് അവകാശം പറയുന്ന കാര്യം നമ്മുടെ ഹൃദയത്തിലുണ്ട്. പ്രിയരെ, നമ്മൾ ആരും തികഞ്ഞവരല്ല. മരണത്തോളം നമ്മൾ താണിരുന്നേ പറ്റുള്ളൂ. മരണത്തോളം ദൈവസേനയിൽ ഏങ്ങലടിച്ച് കരഞ്ഞേ പറ്റുകയുള്ളൂ. എനിക്ക് പാപത്തെക്കുറിച്ചൊരു ബോധം ഇല്ലെങ്കിൽ പോലും ദൈവം ഹൃദയത്തിൻ്റെ ആഴം നോക്കുമ്പോൾ അവിടെ പാപം ഉണ്ടെങ്കിൽ കാര്യം പോയില്ലേ പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് ദൈവസന്നിധിയിരുന്ന് പ്രാർത്ഥിച്ചേ പറ്റുള്ളൂ. കർത്താവേ, വ്യസനത്തിലുള്ള മാർഗം എന്നിൽ ഉണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. ഇവിടെ പത്രോസ് പറഞ്ഞത് ആത്മാർത്ഥയോടാണെന്ന് പറയും, അത് സ്നേഹം കൊണ്ടല്ലേ എന്നൊക്കെ പറയും, മനുഷ്യനെ ആയൊക്കെ പറയാനുണ്ട്. പക്ഷേ അവൻ്റെ ഉള്ളിൽ പ്രവർത്തിച്ച ശക്തി അത് പുറമേയുള്ള മനുഷ്യലോഹ്യവും സ്നേഹവും ഒന്നുമല്ല, പിശാചാണെന്ന് മനസ്സിലാക്കി സാത്താനെ എന്നെ വിട്ടുപോകുന്ന പറഞ്ഞത്. അത് പത്രോസിനോട് പറഞ്ഞാണ് നമുക്ക് തോന്നാമെങ്കിലും പത്രോസിൻ്റെ ഹൃദയത്തിൽ വ്യാപരിച്ച സാത്താനെ പൾസ് ചകറ്റിയാണ് കർത്താവ് ചെയ്ത്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വളരെ മുമ്പ് ഭാഗ്യവാനെന്ന് വിളിച്ചവനാണെങ്കിലും ആ ഒരു പ്രക്രിയ യേശുവിൻ്റെ ശാസനം ഇവിടെ കൂടിയേ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ എന്തു പറ്റും? അടുത്തൊരു സമയത്ത് ഇതിനേക്കാൾ ഗൗരവമായ പാപത്തിൽ ചെന്ന് വീഴും. കർത്താവ് തന്നെ പറഞ്ഞല്ലോ, സാത്താൻ നിന്നെ
കാറ്റുപോലെ പാറ്റേണ്ടൻ എന്നോട് അനുവാദം ചോദിച്ചു. നിന്റെ വിശ്വാസം നഷ്ടമായി പോകുമെന്നുള്ള പേടികൊണ്ട് ഞാൻ സമ്മതിച്ചില്ല. ഏത് സമയത്തും സാത്താൻ എടുത്ത് കുടയാൻ നോക്കി നിൽക്കുകയാണ് ഓരോ മനുഷ്യനെയും. അത് നടക്കുന്നില്ലെങ്കിൽ ദൈവം ആയുസ് നീട്ടിത്തരുന്നു, ദൈവം സന്ദർഭങ്ങൾ നീട്ടിത്തരുന്നു. അതിൽ പ്രശംസിക്കാൻ നമുക്കൊന്നുമില്ല. എൻ്റെ കർത്താവേ എന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് നിരന്തരമായി അവനിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കാൻ എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? അവന് എല്ലാം കൊണ്ടും ഭൂമിയിൽ മനുഷ്യരുടെ മുമ്പിലുള്ള എല്ലാ സ്ഥാനവും അവിടെ വെച്ച് തീർന്നു പോയില്ലേ? യേശുക്രിസ്തു കുറച്ച് മാറി നിന്നാണ് അവനെ ശാസിക്കുന്നത്. എന്നാലും അവരെല്ലാം കേട്ടില്ലേ? ആ നിരാശയൊന്നും പത്രോസിന് വരാൻ സാധ്യതയില്ല. നമ്മൾ ആത്മീയരാണെങ്കിൽ ശാസനം കിട്ടിയെന്നിരിക്കും, ശിക്ഷണം കിട്ടിയെന്നിരിക്കും. അതെല്ലാം നമ്മൾ ബോധപൂർവം അതിനോട് താതാത്മ്യം ചെയ്തേ പറ്റുകയുള്ളൂ. കാരണം നമ്മളെ കൊണ്ട് ഈ ബന്ധനം അഴിക്കാൻ പറ്റുകയില്ല. കർത്താവിൻ്റെ ശാസന വേണം, ആത്മാവ് ഇടപെടണം, പരിശുദ്ധാത്മാവ് വ്യാപരിക്കണം. നമുക്ക് തകർച്ച വേണം, നമുക്ക് വിനയം വേണം, നമ്മുടെ ഉയർന്ന മനോഭാവം താഴണം. ഒരു മനുഷ്യൻ സ്വർഗത്തിൽ പോകണമെങ്കിൽ എത്ര വലിയ ശിക്ഷണം ഈ ലോകത്തിൽ നടക്കണം? അതായിരിക്കുമോ? ഇന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ച് നോക്കിയേ. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മുടെ ലക്ഷ്യം ശുദ്ധീകരണമാണോ? കർത്താവിൻ്റെ ആത്മാവ് വ്യാപരിക്കണം എന്നുള്ളതാണോ? എൻ്റെ തെറ്റ് ചൂണ്ടിക്കാണിച്ചു തരണം എന്നുള്ളതാണോ? തെറ്റിനെ തെറ്റായി നീ കാണുന്ന പോലെ ഞാൻ കാണുമെന്നുള്ള നിർബന്ധം ഉണ്ടോ? തകർന്ന് നുറിയൊരു ഹൃദയത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ? ദൈവസന്നിധിയിൽ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നുണ്ടോ? ആ വിധവയോട് പറഞ്ഞ കാര്യം ഓർക്കുന്നില്ലയോ? ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്നവരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനാകയാൽ അവരെ വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ? പ്രതിക്രിയ നടത്തി രക്ഷിക്കുന്നവൻ നമ്മുടെ മുട്ടിപ്പായിട്ടുള്ള പ്രാർത്ഥനയാണ് ദൈവം നോക്കുന്നത്. നമുക്ക് എത്രമാത്രം തീഷ്ണതയുണ്ട്, എത്രമാത്രം നിർബന്ധം നമുക്കുണ്ട്. ഈ ബാധ എന്നിൽ നിന്ന് മാറിപ്പോകണം, ഈ ദുരാത്മാവിനിൽ നിന്ന് മാറിപ്പോകണം. യേശുക്രിസ്തുവിനെ തള്ളിപ്പറയുന്നതും യേശുക്രിസ്തുവിന് എതിരായി പ്രവർത്തിക്കുന്ന ഒരു ആത്മാവ് എൻ്റെ ഉള്ളിലുണ്ട്. സാത്താനോട് ചേർന്ന് പോകുന്ന ഒരു ദുരാത്മാവ് എൻ്റെ ഉള്ളത്തിലുണ്ട്. ഏത് സമയത്തും തരം കിട്ടിയാൽ യേശുവിനെയും യേശുവിൻ്റെ മക്കളെയും തകർക്കുന്നതാണ് എൻ്റെ കാര്യപരിപാടി. അങ്ങനത്തെ ഒരു പിശാചിൻ്റെ ഉള്ളത്തിലുണ്ടെന്നുള്ള ബോധം എത്ര പേരെ ഭരിക്കുന്നുണ്ട്? എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കുടുംബത്തിനൊരു നാഥനാണെങ്കിൽ കുടുംബത്തിലുള്ളവരിലേക്ക് വിഷമല്ലേ കൊടുക്കുന്നത്? നമ്മൾ രൂപാന്തരപ്പെടാതിരിക്കുന്നുവെങ്കിൽ, ശുദ്ധീകരണം പ്രാപിക്കാതിരിക്കുന്നുവെങ്കിൽ ഈ വിഷക്കാറ്റല്ലേ ഭാര്യയുടെ മേലും മക്കളുടെ മേലും ആഞ്ഞടിക്കുന്നത്? നമ്മളിൽ നിന്ന് ജീവജലം വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഈർഷ വരുന്നില്ലേ? മുഷിച്ചിൽ വരുന്നില്ലേ? വാശി വരുന്നില്ലേ? വൈരാഗ്യം വരുന്നില്ലേ? ഇഷ്ടക്കുറവ് വരുന്നില്ലേ? ഭിന്നത വരുന്നില്ലേ? നിരാശ വരുന്നില്ലേ? ആകുലം വരുന്നില്ലേ? ഇതെല്ലാം കൊടിയ പിശാച് നമ്മളിൽ ഉള്ളതിൻ്റെ തെളിവല്ലേ? ഇത് ലാഘബുദ്ധിയോടെ കണ്ടാൽ എന്ത് പ്രയോജനം? പ്രിയപ്പെട്ടവരെ, ഒരു പാപവും നിസ്സാരമല്ല. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ കൊടിയ പിശാചുണ്ട്. യേശുക്രിസ്തുവിനെ പരീക്ഷിച്ച് അതേ പിശാച് തന്നെ നമ്മളിലും വ്യാപരിക്കുന്നുള്ള കാര്യം എത്ര പേര് മനസ്സിലാക്കുന്നുണ്ട്? നീ എന്നെ വിട്ടുപോകാനാ പറയുന്നത്. ശാസിച്ചു, എന്നിട്ട് കർത്താവ് പറയാ, നീ എന്നെ വിട്ടു, നീ എൻ്റെ കൂടെ നടക്കണ്ട. എത്ര വലിയ സത്യമാണ് പ്രിയപ്പെട്ടവര്! ഒരു മനുഷ്യൻ പാപത്തിന് ഇടം കൊടുത്തു കഴിഞ്ഞാൽ യേശുക്രിസ്തു പറയുന്നു, നീ എന്നെ വിട്ടുപോകാനാ പറയുന്നത്. നീയും ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഏദൻ തോട്ടത്തിന് പുറത്താണ്. പിന്നെ ന്യായം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമൊന്നുമില്ല. ഞാൻ വലിയ പാപമൊന്നും അല്ലല്ലോ ചെയ്ത്, ഒരു ഈർഷയല്ലേ വന്നുള്ളൂ എന്നൊക്കെ നമുക്ക് ന്യായം പറയാൻ പറ്റും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെതായിട്ടുള്ള ബന്ധം പോവുകയാണ്, ആത്മാവ് മാറിപ്പോവുകയാണ്, രക്തത്തളിപ്പ് മാറിപ്പോവുകയാണ്, രക്ഷാ കവചം നഷ്ടപ്പെട്ടു പോവുകയാണ്. പിശാച് ഇഷ്ടം പോലെ തട്ടിക്കളിക്കാൻ ആളെ വിട്ടുകൊടുക്കുകയാണ്. റോമർക്ക് ലേഖനത്തിൽ പറയുന്നുണ്ട്, അശുദ്ധിയിൽ ഏൽപ്പിച്ചുവെന്ന്. ദൈവം ഒരു മനുഷ്യനെ അശുദ്ധിയിൽ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അശുദ്ധി ചെയ്യാൻ വിട്ടുകൊടുക്കുക. റോമർക്ക് ലേഖനം 1-ാം അധ്യായം വായിച്ചാൽ അറിയാം. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ കരം മാറിപ്പോയി കഴിഞ്ഞാൽ അവൻ എടുത്തിട്ട് തട്ടും, അവനെടുത്തിട്ട് എന്തൊക്കെയാണ് കാണിക്കുമ്പോൾ അറിയാൻ പാടില്ല. നമ്മൾ വിചാരിക്കാത്ത പാപത്തിലേക്ക് ചിലപ്പോൾ വീണെന്നിരിക്കും. ചിന്തയിൽ മാത്രമല്ല, ചിലപ്പോൾ പ്രവൃത്തിയിൽ തന്നെ പോയെന്നിരിക്കും. ദാവീദ് നമുക്ക് പാഠമാണ് പ്രിയരെ. ഏതെല്ലാം കാര്യത്തിലാണ് ഒരിക്കലും ചെയ്യാൻ ആഗ്രഹിക്കാത്ത പാപത്തിൽ നമ്മൾ വീണുപോകും ദൈവത്തിൻ്റെ കരം മാറിക്കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് പിതാക്കന്മാർ പറഞ്ഞിട്ടില്ലേ, പരീക്ഷയിലേക്ക് നമ്മളെ കടക്കാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. യേശുവിൻ്റെ പ്രാർത്ഥനയാണ്. പരീക്ഷ വന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ അതിനെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കാത്ത ഒരവസ്ഥയാണെങ്കിൽ കർത്താവേ കടക്കരുതെന്ന് ടെമ്പററിയായിട്ട് ദൈവത്തോട് സ്റ്റേ വാങ്ങിച്ചേ പറ്റുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. യേശു തന്നെ പറഞ്ഞു പരീക്ഷയിലേക്ക് കടക്കാതിരിക്കാൻ പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന്. കാരണം പരീക്ഷ വന്നു കഴിഞ്ഞാൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ആത്മനിറവ് കൂടിയേ കഴിയുള്ളൂ. എല്ലാം വിട്ടുപിരിഞ്ഞേ പറ്റുള്ളൂ. എല്ലാം വിട്ടുപിരിഞ്ഞവനെ പരീക്ഷകൻ അടുത്തു വന്ന് പ്രലോഭിക്കാൻ പ്രയാസമാണ്. കർത്താവിൽ നിരന്തരം ആശ്രയിക്കുന്നവനെ സാത്താന് പരീക്ഷിക്കാൻ വളരെ പ്രയാസമാണ്. അതുകൊണ്ട് ആ ഉന്നതമായ പദവി ഭൂമിയിൽ ലഭിക്കാത്തിടത്തോളം കാലം നമ്മളൊക്കെ തകർന്നു പോകാനുള്ള ഏറെ സാധ്യതയുണ്ട്. ആളത്തം മാറാതെന്നാൽ പിശാച് കയറി പ്രവർത്തിക്കും. ശിഷ്യത്വം ലഭിച്ചപ്പോൾ
അത്ഭുതം ലഭിച്ചപ്പോൾ, പടക് നിറയെ മീനെ കിട്ടിയപ്പോൾ, അത്ഭുതം നടന്ന് എല്ലാം കണ്ടപ്പോഴൊന്നും ഇത്രയും ഗൗരവമാണെന്ന് പത്രോസ് വിചാരിച്ചില്ല. യേശുവിനെ സ്നേഹിക്കണമായിരുന്നു പത്രോസ്. യേശുവിനുള്ള സ്നേഹത്തെ പ്രതി യേശുവിൻ്റെ വചനം സ്വീകരിക്കണമായിരുന്നു. യേശുവിൻ്റെ വചനത്തിന് കീഴ്പ്പെടണമായിരുന്നു. അതൊന്നും പത്രോസ് ചിന്തിച്ചില്ല. ഇന്ന് എല്ലാവർക്കും വരുന്നൊരു കുഴപ്പമാണ്, ഒരു കൃപ വ്യാപരിച്ചാൽ, ഒരു പ്രാർത്ഥിച്ചൊരു കാര്യത്തിന് ഉത്തരം ലഭിച്ചു കഴിഞ്ഞാൽ, അല്ല ഒരു ബന്ധനം ഒന്ന് അഴിഞ്ഞു കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലാഘവത്തോട് ജീവിക്കാൻ തുടങ്ങും. പാപം കണ്ടുപിടിച്ച് അതിൻ്റെ ആഴം എൻ്റെ ഉള്ളത്തിലുണ്ടല്ലോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവസ്നേഹി കിടന്ന് കരയുന്ന എത്ര പേരുണ്ട്. കർത്താവേ, ഈ ബന്ധനം മുറുകുന്നതിന് മുമ്പ്, സാത്താനെ മുറുക്കുന്നതിന് മുമ്പ്, ഒന്നിൻ്റെ സ്ഥാനത്ത് 7 കയറി വരുന്നതിന് മുമ്പ് ഞാൻ നിന്നോട് നിലവിളിക്കുകയാണ്, കർത്താവേ, ബന്ധനം എനിക്ക് അഴിച്ചു തരണം. ദൈവത്തിന് സ്തോത്രം. അതിന് സകലതും വിട്ടേ പറ്റുള്ളൂ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പ്രമാണത്തിന് യാതൊരു മാറ്റവുമില്ല. എൻ്റെ പിന്നാലെ വരാൻ നിങ്ങൾ ഇച്ഛിക്കുന്നുവെങ്കിൽ നിങ്ങൾ സകലതും വിട്ടേ പറ്റുള്ളൂ. അപ്പനെ വെറുക്കണം, അമ്മയെ വെറുക്കണം, സഹോദരന്മാരെ വെറുക്കണം, ഭാര്യയെ വെറുക്കണം, മക്കളെ വെറുക്കണം, പോരാ സ്വന്തം ജീവനെയും വെറുക്കണം. മനസ്സിലാകുന്ന കാര്യമാണോ? ഇതൊക്കെ ഭയങ്കര എനിക്ക് വിഷയമായിരുന്നു. പക്ഷെ കർത്താവ് എനിക്ക് മനസ്സിലാക്കി തന്നു, ഇതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. എന്നെ പ്രതി, എൻ്റെ സ്നേഹത്തെ പ്രതി, എൻ്റെ ആത്മാവിനെ പ്രതി, എൻ്റെ സാന്നിധ്യത്തെ പ്രതി, എൻ്റെ കരം നിന്നെ പിടിച്ച് ഈ ഭൂമിയിൽ നടത്തുന്നതിനെ പ്രതി, സ്വർഗരാജ്യത്തിൽ പോകുന്നതിന് ഇതൊക്കെ വിടുന്ന വലിയ പ്രയാസമുള്ള വിഷയമാണോ? അല്ല, വിട്ടില്ലെങ്കിലോ കുറേ കഴിയുമ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് വിടണ്ടേ? മരണം വരുമ്പോൾ ഇതൊക്കെ വിട്ടല്ലേ പറ്റുള്ളൂ. ഇപ്പോഴേ വിടാൻ പാടില്ലേ? എൻ്റെ ദൈവത്തിന് സ്തോത്രം. എത്ര വലിയ പദവിയാണ് പ്രിയരെ, നിങ്ങൾ വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കണം. വിട്ടവരെ കൊണ്ട് മാത്രമേ ദൈവത്തിന് എന്തെങ്കിലും വേല ചെയ്യാൻ പറ്റുള്ളൂ. വിട്ടവർ, വെറുത്തവർ, ലോകത്തെ ത്യജിച്ചവർ, ദൈവസ്നേഹത്തെ പ്രതി വിട്ടവർക്ക് മാത്രമേ എന്തെങ്കിലും വേല കർത്താവിന് ഈ ഭൂമിയിൽ ചെയ്യാൻ പറ്റുള്ളൂ. പ്രസംഗം നടക്കും, വേല നടക്കും, ദൈവത്തിന് സ്തോത്രം. പക്ഷേ ആത്മാവിൻ്റെ സൂക്ഷ്മ നടക്കണമെങ്കിൽ ശുദ്ധീകരണം പ്രാപിക്കാത്ത ആരെ കൊണ്ടൊന്നും നടക്കില്ല. ദൈവത്തിന് സ്തോത്രം. സകലതും വിട്ടുവിരിഞ്ഞ് സ്ഥാനങ്ങളും മാനങ്ങളും പദവികളും എല്ലാം വിട്ടുകൊണ്ട് യേശു പറഞ്ഞത് അവന് ഗ്രഹിക്കാൻ പറ്റാഞ്ഞതിൻ്റെ കാരണം അതാണ്. ലോകം നിറഞ്ഞിരിക്കുകയാണ്. അവന് യേശുവിൻ്റെ ശിഷ്യനായിരുന്നുകൊണ്ട് വലിയ പദവി ലഭിക്കുമെന്നോ, അല്ലെങ്കിൽ നമുക്കറിയാൻ പാടില്ല, യേശു കടന്നു പോകുന്നതിന് മുമ്പ് ശിഷ്യന്മാർ തമ്മിൽ പ്രശ്നം എന്തായിരുന്നു? ഞങ്ങൾ വലിയവനാര്, സ്ഥാനങ്ങൾ, മാനങ്ങൾ, ഇതൊക്കെയാണ് ആഗ്രഹങ്ങൾ. ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ അംശങ്ങളുമെല്ലാം ഉണ്ടോ? കൂട്ടായ്മയിലെ സ്ഥാനവും മാനവും വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? എല്ലാ മനുഷ്യരിലും ഉള്ളതാണത്. ആരും തികഞ്ഞവരൊന്നുമല്ല. പക്ഷേ ക്രിസ്തുവിനെ പ്രതി, ക്രിസ്തുവിൻ്റെ വേലയെ പ്രതി, ക്രിസ്തുവിൻ്റെ ആത്മാവിനെ പ്രതി, ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തെ പ്രതി, സ്വർഗരാജ്യത്തെ പ്രതി, ക്രിസ്തുവിൻ്റെ മണവാട്ടി എന്നുള്ള ഭാഗ്യ പദവിയെ പ്രതി ഇതൊക്കെ വിടാൻ പറ്റുമോ? ദൈവസ്നേഹം കാണാത്തവർക്ക് ആർക്കും ഇത് വിടാൻ പറ്റില്ല. വിട്ടു എന്ന് പറഞ്ഞാലും പോവില്ല. എൻ്റെ ദൈവമാണ് എനിക്ക് വലുത്, എൻ്റെ യേശുവാണ് എനിക്ക് വലുത്, അവൻ്റെ ക്രൂശ് മരണമാണ് എനിക്ക് വലുത്, അവൻ്റെ ക്രൂശിൻ ചുവട്ടിലാണ് എൻ്റെ സുരക്ഷിത സ്ഥലം, അവൻ്റെ ക്രൂശിൻ ചുവട്ടിൽ എല്ലാത്തിനും പരിഹാരമുണ്ട്, എല്ലാ പാപവും കുഴിച്ചിടാൻ പറ്റിയൊരു സ്ഥലമാണ്. അല്ല, പാപം മാത്രമല്ല പ്രിയരെ, എനിക്കുള്ളതെല്ലാം. എനിക്ക് ഭാര്യയുണ്ട്, എനിക്ക് മക്കളുണ്ട്, കൊച്ചുമക്കളുണ്ട്, വീടുണ്ട്, വാഹനമുണ്ട്, സമ്പത്തുണ്ട്, എല്ലാമുണ്ട്. അതെല്ലാം കൊണ്ടുവന്ന് കരുവേലത്തിന് ചുവട്ടി കുഴിച്ചിട്ടെന്ന് യാക്കോബ് ലേഖനത്തിൽ പറയും. ഒരു കരുവേല നമുക്ക് തന്നിട്ടുണ്ട്. നിൻ്റെ കയ്യിൽ ഒന്നും ഇരിക്കരുത് എങ്കിൽ ശത്രുവകാശം പറയും. എല്ലാം കൊണ്ട് എൻ്റെ കാൽപാദങ്ങളിൽ വെക്കുക, ഞാൻ നിന്നെ വഴി നടത്തും. സ്തോത്രം. എത്ര സുന്ദരമായ കാര്യമാണ്. എനിക്കത് എന്ത് ഇഷ്ടമുള്ള കാര്യമെന്നറിയാം. എല്ലാം കൊണ്ടെങ്കിൽ ഏൽപ്പിക്കുക, എൻ്റെ കാര്യം ഒന്ന് നോക്കിക്കോളൂ. എൻ്റെ ഇതൊക്കെ ഒരു കൃപയല്ലേ? ഈ കാഴ്ചപ്പാടും ഒരു കൃപയല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾക്കത് പറ്റുന്നുണ്ടോ? വിട്ടവർക്ക് പറ്റും പ്രിയരെ. യേശുവിനെ പ്രതി, യേശുവിൻ്റെ സ്നേഹത്തെ പ്രതി എന്നെ അവൻ സ്നേഹിച്ചത് എങ്ങനെയാണ്? എത്ര കുഴി കിടന്നവനാണ് ഞാൻ. ഈ ആത്മീയം ചിന്തിക്കാൻ പോലും പറ്റിയൊരു മനുഷ്യനായിരുന്നു ഞാൻ. ഈ വേദപുസ്തകം എടുത്തു നടക്കാനുള്ള യോഗ്യത എനിക്കുണ്ടോ? ദൈവത്തിൻ്റെ വേലക്കാരൻ എന്ന് പറയാനുള്ള പദവി എനിക്കുണ്ടോ? അല്ല, ഈ കൂട്ടായ്മയിലെ ആളാന്ന് പറയാനുള്ളൊരു എന്തെങ്കിലും യോഗ്യതയുണ്ടോ? എൻ്റെ ദൈവത്തിന് സ്തോത്രം. എന്തെങ്കിലും ഉണ്ടോ? എൻ്റെ കഴിഞ്ഞകാലം നോക്കിയാൽ, എൻ്റെ കഴിഞ്ഞകാല ചെയ്തികൾ നോക്കിയാൽ, എൻ്റെ പാരമ്പര്യം നോക്കിയാൽ ഇതിനെന്തെങ്കിലും എനിക്ക് അർഹതയുണ്ടോ? സ്തോത്രം. ഇല്ല കർത്താവേ, എനിക്കൊന്നുമില്ല. പക്ഷെ നീ എനിക്ക് തന്നതാണ്. അതുകൊണ്ട് ഞാൻ നിന്നെ മാനിക്കും, നിൻ്റെ വചനം ഞാൻ മാനിക്കും, നിന്നെ ഞാൻ സ്നേഹിക്കും. സ്തോത്രം. ആരും സ്നേഹിക്കാത്ത സ്ഥലത്ത് ഞാൻ നിന്നെ സ്നേഹിക്കും. സ്തോത്രം. അത്രമേൽ നീ എന്നെ സ്നേഹിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവർ, എൻ്റെ ഉള്ളം തളിർക്കുന്ന ആ ഒരു കാര്യത്തിനകത്താണ്. എന്നെ സ്നേഹിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല, കരുതാൻ ആരും ഉണ്ടായിരുന്നില്ല. വലിയ ബന്ധനത്തിൽ കിടന്നപ്പോൾ ആരും സഹതപിച്ചില്ല, ആരും എനിക്കൊന്നും ചെയ്തു തന്നുമില്ല. സ്തോത്രം.
അപ്പോഴും എന്നെ സ്നേഹിച്ച ഒരാൾ മാത്രം. രോഗക്കിടക്കയിൽ ആരുണ്ടായിരുന്നു? ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഭാര്യ വേദനയോട് വന്ന് നോക്കിയെന്ന്, അത്രയല്ലേ പറ്റുള്ളൂ. എന്നാൽ യേശു പറഞ്ഞു, മകനെ, നീ മരിക്കുകയില്ല, നീ ജീവിക്കും, നീ എനിക്ക് വേണ്ടി ജീവിക്കും. സ്തോത്രം. ഈ ധൈര്യം തരാൻ ആരുണ്ട്? പ്രശ്നങ്ങൾ എന്തോരം പ്രശ്നം വന്നിട്ടുണ്ട്. ആര് സഹായിച്ചു? അക്ഷോഭ്യനായി ക്രൂശിൻ ചൂട്ടിച്ചെന്ന് എല്ലാ കാര്യം അവനോട് പറഞ്ഞ് എല്ലാം ഏൽപ്പിച്ചിട്ട് സമാധാനത്തോടെ ഭൂമി ജീവിക്കുന്നു. അബ്രാം പിതാവ് കൂടാരങ്ങളിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് കണ്ണീരൊഴുകി ഇറങ്ങിപ്പോകുന്ന സാറ കാണാറുണ്ട്. അതുകൊണ്ടാണ് സാറ യജമാനെ എന്ന് വിളിച്ചത്. ഈ മനുഷ്യൻ സാധാരണ ഒരു മനുഷ്യനല്ല. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ദൈവവുമായിട്ട് ബന്ധമുള്ള മനുഷ്യനാണ്. ദൈവം നേരിട്ട് സംസാരിക്കുന്ന മനുഷ്യനാണ്. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന മനുഷ്യനാണ്. ഇവനെ ഞാൻ മാനിച്ചേ ബഹുമാനിച്ചേ പറ്റുള്ളൂ. ദൈവത്തെ മാനിക്കുന്ന ഈ മകനെ മാനിച്ചേ പറ്റുള്ളൂ എന്ന് ആ സാറയ്ക്ക് മനസ്സിലായി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നമ്മുടെ വീട്ടിലുള്ളവർ പറയുമോ നമ്മളെക്കുറിച്ച്? ഒരു ദൈവപുരുഷനാണ്. നമ്മളെ പഴയ നിയമ വിശുദ്ധന്മാരെക്കുറിച്ചും പ്രവാചകന്മാരെക്കുറിച്ച് പറഞ്ഞു, ഈ മനുഷ്യൻ ദൈവഭക്തനായ ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞു. ഈ നൂറ്റാണ്ട് എങ്ങനെ പറയാൻ പറ്റുമോ? ജനങ്ങളോട് പറഞ്ഞു നടക്കണ്ട. നമ്മുടെ കൂടെ താമസിക്കുന്നത് അറിയണം, ഈ മനുഷ്യൻ്റെ ഉള്ളിലൊരു ദൈവാത്മാവുണ്ട്. ഈ മനുഷ്യൻ ജീവിക്കുന്നത് ലോകത്തിന് വേണ്ടിയല്ല, വ്യത്യസ്തനാണ്. അവൻ്റെ കാഴ്ചപ്പാട് വ്യത്യാസമുള്ളവനാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സമാധാന ജീവിതം നമുക്കുണ്ടായിരിക്കുക. നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ നമ്മുടെ വാക്ക് മുട്ടിപ്പോവുകയില്ലേ? ദൈവത്തിന് ഇടർച്ചയായിട്ട് ജീവിക്കണോ? ഡേഞ്ചറസ് ട്രാപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇല്ല, നാം അങ്ങനെ ചെയ്യുന്നില്ലെങ്കിലും നമ്മുടെ കൂട്ടായ്മയിലുള്ള മറ്റുള്ളവർക്ക് ട്രാപ്പാണോ? നമ്മുടെ കാഴ്ചപ്പാട്, നമ്മുടെ ചിന്താഗതികൾ അതുകൊണ്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാണോ? നമ്മളിൽ നിന്ന് വിഷക്കാറ്റടിച്ചു കഴിഞ്ഞാൽ എവിടെയായാലും നിന്ന് അടിക്കില്ലേ പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് എന്നിൽ നിന്ന് വരാൻ പാടില്ല, എൻ്റെ ജീവിതത്തിൽ വരാൻ പാടില്ല. എനിക്ക് കടപ്പാട് ക്രിസ്തുവിനോട്, എനിക്ക് സ്നേഹം ക്രിസ്തുവിനോട്. അവൻ്റെ കാൽപാദങ്ങളിൽ എല്ലാം കൊണ്ട് ഏൽപ്പിച്ചു. എത്ര കാലം ജീവിക്കണം അവൻ തീരുമാനിക്കട്ടെ. എന്തു വേല ചെയ്യണം അവൻ തീരുമാനിക്കട്ടെ. വേല ചെയ്യുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവായിരിക്കണം വേല ചെയ്യേണ്ടത്, ഞാനല്ല. അപ്പോസ്തലൻ പറഞ്ഞു, ഞാൻ മരിച്ച ക്രിസ്തു ജീവിക്കുന്നുവെന്ന്. അതനുഭവമാക്കാൻ പറ്റുന്നുണ്ടോ? നമുക്ക് പറയാൻ പറ്റണം, ഞാൻ ജീവിക്കുന്നില്ല, എനിക്ക് താല്പര്യങ്ങളില്ല, എനിക്ക് വിഷയങ്ങളൊന്നുമില്ല, എനിക്ക് ഭാരങ്ങളൊന്നുമില്ല, എല്ലാം ഞാൻ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. അവൻ എന്നെ വഴി നടത്തും. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എല്ലാം വിട്ടുപിരിയുന്നവർക്കുള്ളതാണിത്. സ്വയത്തെ ക്രൂശിക്കുന്നവർക്കുള്ളതാണിത്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ആത്മാവിൻ്റെ ജീവനാണ് വലുതെന്ന് ഉള്ളിൽ ബോധ്യം കിട്ടിയാൽ നാം സ്വതവേ എല്ലാം വിട്ടിരിക്കും. അതൊരു ഭാരമല്ല. ഞാനെപ്പോഴും ചിന്തിക്കും, എൻ്റെ നുകം മൃദുവാണ്, എൻ്റെ ചുമട് ലഘുവാണ്. സ്തോത്രം. അത് സത്യമാണെന്ന് പറയാൻ യേശു ക്രിസ്തു പറഞ്ഞ ആ വാക്ക് ഇന്ന് ജനത്തോട് പറയാൻ ആരുണ്ട്? വചനമനുസരിക്കുന്നവർക്ക് മാത്രം, യേശുവിനെ കണ്ടവർക്ക് മാത്രം, യേശുവിൻ്റെ കൂടെ നുഖത്തിൽ കീഴിയിരിക്കുന്നവർക്ക് മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ. വേറെ ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. പഠിച്ചു പറയുന്നൊന്നുമല്ല ആത്മീകം. സ്തോത്രം. അനുഭവമാണ് ആത്മീകം എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഈ പത്രോസിനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ താബോറിലേക്ക് കൊണ്ടുപോയി. അവൻ ആരാണെന്ന് കാണിച്ചു കൊടുത്തു. പിതാവായ ദൈവനെ മാനിക്കുന്ന ആരെന്നത് കാണിച്ചു കൊടുത്തു. വിശുദ്ധന്മാരുടെ മുമ്പിൽ ഇവൻ്റെ സ്ഥാനം എന്താണെന്ന് കാണിച്ചു കൊടുത്തു. ഇതാണ് ദൈവസ്നേഹം എന്ന് പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം നഷ്ടമാക്കി കളയല്ലേ. ഉള്ള കാലം യേശുവിനായി വേർതിരിക്കുക. ദൈവനാമം മാത്രം ബഹുത്വപ്പെടാനിടയാകട്ടെ.